യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും ദൈവാനുഗ്രഹത്തോടും കൂടെ ഈ വചനം കേൾക്കാൻ നമുക്കിന്നൊരുങ്ങാം. ഇന്ന് ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ച ദിവസം കേൾക്കുന്ന വചനം എനിക്കൊരനുഗ്രഹമായിട്ട് മാറണം, എന്നോട് സംസാരിക്കുന്ന വചനമായിട്ട് മാറണം. എൻ്റെ കുടുംബത്തിൽ അതൊരു വെളിച്ചമായും വഴി നടത്തുന്നൊരനുഭവമായും മാറണം. ലോകം മുഴുവൻ ഇന്നർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനയുടെയും യോഗ്യതയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവവചനം കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തെ മനസ്സിൽ കണ്ട് ഒരു നിമിഷം അതിനുവേണ്ടി പ്രാർത്ഥിച്ച്, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ നടന്നു കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യത്തെ മനസ്സിലൊന്ന് കാണുക. എന്നിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്നു കിട്ടാനുള്ള, സാധിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്ന ഈ ഒരു ആഗ്രഹത്തെ കൂടി ഞാനിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നിയോഗം പോലെ ഞാനത് കാഴ്ചവെക്കുന്നു. എന്നെ സഹായിക്കണമേ, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയുടെ മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏറെ പ്രാർത്ഥനയോടെ ഈ ഒരു നിയോഗത്തോടെ നമുക്ക് ഈ വചനത്തെ കേൾക്കാം. സങ്കീർത്തനം 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ. 3-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം. ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു. ദൈവം പോലും എന്നെ സഹായിക്കില്ല എന്ന് പലരും എന്നെക്കുറിച്ച് അങ്ങനെ പറയുന്നു. ദൈവം പോലും സഹായിക്കില്ല. നമ്മളിത് ചില സ്ഥലത്തു നിന്ന് ചില വ്യക്തികളിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നിൻ്റെ പ്രാർത്ഥന ദൈവം പോലും കേൾക്കില്ല, നിന്നെ ദൈവം പോലും സഹായിക്കില്ല, ദൈവമൊക്കെ നിന്നെ മറന്നു കളഞ്ഞു, ദൈവം നിന്നെ ഉപേക്ഷിച്ചു. ഇല്ല, നമുക്ക് ചിലപ്പോൾ തോന്നും ഇത് ദൈവം എന്നെ ഉപേക്ഷിച്ചോ, ദൈവം എന്നെ തള്ളിക്കളഞ്ഞോ, ദൈവം എന്നെ മറന്നു കളഞ്ഞോ. ഇവിടെ സങ്കീർത്തകൻ പറയുവാണ്, ദൈവം പോലും അവനെ സഹായിക്കില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു. ദൈവം എന്നെ സഹായിക്കില്ല, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കില്ല എന്ന് പലരും പറയുന്നു. എന്നാൽ 3-ാമത്തെ വാക്യം, അതൊന്നും കേട്ട് ഞാൻ തളരുന്നില്ല, വാടിപ്പോകുന്നില്ല, മനസ്സിനെ തളർത്തുന്നില്ല, മനസ്സിനെ ഞാൻ സങ്കടക്കയത്തിലേക്ക് തള്ളിവിടുന്നില്ല. ഞാൻ എന്തു ചെയ്യും? 3-ാമത്തെ വാക്യം, കർത്താവേ, അങ്ങ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും എന്നെ ശിരസ് ഉയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. അങ്ങ് എൻ്റെ രക്ഷാകവചവും. രക്ഷാകവചം അത് ദൈവം ഒരു മനുഷ്യന് നൽകുന്ന ഒരു വലിയ സംരക്ഷണ കവചമാണത്. രക്ഷാകവചം, ആ വാക്കിൽ തന്നെ അതിൻ്റെ നല്ലൊരു അർത്ഥമുണ്ട്. ഒരാളെ രക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു കവചമാണ് രക്ഷാകവചം. ആപത്തോ അപകടമോ പരിക്കോ നഷ്ടങ്ങളോ ഒന്നും വരാതെ, ആ വ്യക്തിക്കൊരു ദോഷം വരാതെ, ആ വ്യക്തിയെ പൊതിഞ്ഞു നിർത്തുന്ന ശക്തിയുള്ള കവചമാണ് രക്ഷാകവചം. ദൈവത്തിൽ ആശ്രയിക്കുകയും വചനം കേൾക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ ചുറ്റും ഈ രക്ഷാകവചമുണ്ട്. നിങ്ങൾ ദിവസവും വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും ഉള്ളത് ഈ രക്ഷാകവചമാണ്. മറ്റൊരാൾക്ക്
തകർത്ത് കളയാൻ കഴിയാത്തതാണ് ഈ രക്ഷാകവചം. അത് ദൈവം ഒരുക്കുന്നതാണ്. ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഇത് പിടികിട്ടും. ജോബിനും അവനും അവൻ്റെ ഭവനത്തിനും അവനുള്ളതിനും ചുറ്റും ദൈവം വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു എന്ന് ഒരു വാക്യമുണ്ട്. അത് ദൈവം ഒരുക്കുന്ന സംരക്ഷണ കവചമാണ്. ദൈവം ഒരുക്കുന്നൊരു സുരക്ഷാ വലയമാണ്. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം പറയാം. നമ്മളൊക്കെ ദൈവത്തിൽ ആശ്രയിക്കുകയും ദിനം പ്രതി പ്രാർത്ഥിക്കുകയും ദൈവവചനം കേൾക്കുകയും നമ്മുടെ മക്കളെ അത് കേൾപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റും, നമ്മുടെ ജീവിതത്തിന് ചുറ്റും, നമ്മുടെ ഭവനത്തിന് ചുറ്റും, നമ്മളായിരിക്കുന്ന ആ സ്ഥലത്തിന് ചുറ്റും രൂപപ്പെടുന്ന ഒരു രക്ഷാവലയമുണ്ട്, ഒരു സുരക്ഷിത വലയമുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, 3-ാമത്തെ വാക്യം, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും. അടുത്ത വാക്കാണ്, എന്നെ ശിരസുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ശിരസുയർത്തി നിർത്തുക, ശിരസുയർത്തുക, തല ഉയർത്തുക. അതൊരു സന്തോഷത്തിൻ്റെ കാര്യമാണ്, ഒരു അഭിമാനത്തിൻ്റെ കാര്യമാണ്. ഇന്ന് ഏതെങ്കിലുമൊക്കെ വിഷയത്തിലോ ഏതെങ്കിലുമൊക്കെ സങ്കടത്തിൽ ആരുടെയൊക്കെയോ മുമ്പിൽ തല താന്നിരിക്കുന്നവരുണ്ട്, ഇല്ലേ? തല താന്നിരിക്കുക. ജീവിത പങ്കാളിയുടെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ, കുടുംബക്കാരുടെ മുമ്പിൽ, ബന്ധുക്കളുടെ മുമ്പിൽ, മാതാപിതാക്കളുടെ മുമ്പിൽ, ചില അധികാരികളുടെ മുമ്പിൽ ഒക്കെ നമ്മുടെ തല താന്നു, ശിരസ് താന്നു, നാണം കെടേണ്ടി വന്നു, തല കുനിയേണ്ടി വന്നു. ഇവിടെ ദൈവവചനം പറയുക, എൻ്റെ ശിരസിനെ ഉയർത്തുന്ന ദൈവമുണ്ട്. ശിരസ് ഉയർത്തുക. പലരും നമ്മളോട് ചോദിക്കില്ല, ഇത്രയും വയസ്സായില്ലേ, ഇത്രയൊക്കെ ആയില്ലേ, നിനക്കൊന്നും നേടാനായില്ലല്ലോ, നിനക്കൊന്നും മേടിക്കാനായില്ലല്ലോ, നിനക്കൊന്നും ആകാൻ പറ്റിയില്ലല്ലോ, നിനക്കെങ്ങും എത്താൻ പറ്റിയില്ലല്ലോ, നിൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഇന്ന പോലൊക്കെ ആയല്ലോ, നിൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഇന്ന സ്ഥലത്തൊക്കെ എത്തിയല്ലോ, ഇന്നതുപോലൊക്കെ എത്തിച്ചേർന്നല്ലോ, നിനക്കിതുവരെയായിട്ടും അതിനൊന്നും കഴിഞ്ഞിട്ടില്ലല്ലേ. നമ്മളിങ്ങനെ പലരുടെയും സ്നേഹത്തോടെയൊക്കെ പറയുന്നവരായിരിക്കാം. ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നൊരു വാക്കായിരിക്കാം. നമ്മളെ സംബന്ധിച്ച്, അത് കേൾക്കുന്നവരെ സംബന്ധിച്ച് ശിരസ് താന്നു പോകുന്ന അവസ്ഥ വരും. കടബാധ്യതയുടെ മുമ്പിൽ ചിലപ്പോൾ ചിലരോടൊക്കെ പണം ചോദിക്കുമ്പോൾ എപ്പോഴും എൻ്റെ കയ്യിൽ എവിടെയാ പണം? അപ്പം അങ്ങനെ പല കാര്യങ്ങളിൽ നമ്മൾ സഹായം ചോദിച്ചു പോകുമ്പം സഹായം കിട്ടണമെന്നില്ല, നേരെ ഓപ്പോസിറ്റായ വാക്കുകളായിരിക്കും കേൾക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ ശിരസ് തല കുനിഞ്ഞു പോകും. ദൈവം ആർക്കും ഈ അവസ്ഥ വരുത്തല്ലേ എന്നൊക്കെ ചിന്തിക്കും. ഇതൊക്കെ സാധാരണമാകാം. പക്ഷേ ഇന്ന് ദൈവവചനത്തിലൂടെ നിങ്ങളോട് പറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ശിരസ് താന്നു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ നാണം കെട്ടാണ് നിൽക്കുന്നതെങ്കിൽ, ഇന്ന് കേൾക്കുന്ന ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൽ കേട്ട വചനം നിങ്ങളോടാ. ശിരസ് ഉയർത്തുന്ന ദൈവം, എൻ്റെ തലയെ ഉയർത്തുന്ന ദൈവം, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിൻ്റെയോ കാരണത്തിൻ്റെയോ പേരിലാണ് നിങ്ങളുടെ ശിരസ് താണത്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുക, എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും എൻ്റെ ശിരസ് ഉയർത്തുന്നവനുമായൊരു ദൈവമുണ്ട്. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥ എന്നെ തളർത്തുന്നതും തകർക്കുന്നതും വിഷമിപ്പിക്കുന്നതുമാണേലും എൻ്റെ ശിരസ് ഉയർത്തുന്ന ദൈവമുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്. നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോവുമായിരിക്കും, പങ്കെടുത്തിട്ട് വന്ന ഒരാളായിരിക്കും. നിങ്ങൾ ഇന്ന് ഭവനത്തിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കും. നിങ്ങളോടാണ് ഇന്ന് പറയുന്നത്, നിങ്ങളുടെ ശിരസിനെ ദൈവം ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ശിരസിനെ മാത്രമല്ല, ജീവിതത്തെ കൂടി. എങ്ങനെ? നല്ലൊരു ജോലി തന്ന്, നല്ലൊരു ഭവനം തന്ന്, നല്ലൊരു ജീവിതം തന്ന്, നല്ല ബന്ധങ്ങളെ തന്ന്, നല്ല വഴികളെ തുറന്ന്, നല്ല ശുശ്രൂഷകൾ തന്ന് നിങ്ങളുടെ ശിരസിനെ, നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഉയർത്തും. ശിരസ് ഉയർത്തും. എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും എൻ്റെ ശിരസ് ഉയർത്തുന്നവനുമായൊരു ദൈവമുണ്ട്. ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഏറെ പ്രതീക്ഷയോടെ ഒരു നിമിഷം നിൽക്കുക, ആഗ്രഹത്തോടെ ആയിരിക്കുക. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ,
അങ്ങയുടെ വചനം മുടങ്ങാതെ കേൾക്കുന്നവരുണ്ട്. ഈ ജൂലൈ മാസത്തിലും ഒത്തിരി ആളുകൾ പുതിയതായ വചനം കേൾക്കുന്നവരുണ്ടാകും, ആദ്യമായി കേൾക്കുന്നവരുണ്ടാവും. മാസങ്ങളായി വർഷങ്ങളായി ഒരു കുടുംബത്തിലെ ആളുകളെ പോലെ അങ്ങയുടെ വചനത്തോട് ചേർന്നിരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഇന്ന് കേട്ട വചനത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകണമേ, അനുഭവങ്ങളെ കൊടുക്കണമേ. ശിരസ്സിനെ ഉയർത്തുന്ന, ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന അനുഭവങ്ങളെ കൊടുക്കണമേ. ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന അനുഭവങ്ങളെ പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ, ഏതു സഭയിൽപ്പെട്ട ആരുമാകട്ടെ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിൽക്കുന്നവരാണ്. വചനം കേൾക്കുമ്പോൾ ഒരു രക്ഷാ കവചം നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റുമുണ്ടാകട്ടെ. ഒരന്ധകാര ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം ഒരു ദൈവശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങളെ നയിക്കുന്നൊരു ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ആ വീടിനെ അനുഗ്രഹിക്കണമേ. ആ വീടിൻ്റെ ഓരോ മുറികളെയും അനുഗ്രഹിക്കണമേ. ആ വീടിൻ്റെ ചുറ്റുവട്ടവും അനുഗ്രഹിക്കണമേ. കയറി വരുന്ന വഴികളെ അനുഗ്രഹിക്കണമേ. താമസ സാഹചര്യങ്ങളെ അനുഗ്രഹിക്കണമേ. ആ തിണ്ണ മുതൽ അടുക്കള വരെയുള്ള ഭാഗത്ത് ദൈവീക സംരക്ഷണം ഉറപ്പിക്കണമേ. ആപത്തോ അപകടങ്ങളോ രോഗങ്ങളോ ദുർമരണങ്ങളോ ഉണ്ടാകാത്ത വിധം കാത്തുപരിപാലിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തന്ന് അനുഗ്രഹിക്കണമേ. സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം ദൈവീക സംരക്ഷണം ഉണ്ടാകട്ടെ. വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ, വാഹനം ഓടിച്ചു പോകുന്നവർ, വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. ദൈവം എല്ലാ യാത്രയും സുരക്ഷിതമായിരിക്കട്ടെ. എടുക്കുന്ന തീരുമാനം അനുഗ്രഹമാകട്ടെ. ദൈവമേ, ഓരോ കാര്യത്തിൻ്റെ മേലും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കാൻ ഇടവരട്ടെ. നല്ല സ്വഭാവമുള്ളവരായി, ധൈര്യമുള്ളവരായി, ശക്തരായി അവർ വളർന്നു വരാൻ ഇടയാകട്ടെ. ഓരോ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. കൈക്കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കോളേജുകളിൽ വിവിധ കോഴ്സുകൾ, ഹോസ്റ്റലും ദൂരെയും ഒക്കെയായി പഠിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളെ അനുഗ്രഹി. രോഗികളെ സൗഖ്യമാക്കണമേ. സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിക്കണമേ. കൃഷിയിടങ്ങളെ അനുഗ്രഹിക്കണമേ. വരുമാന മാർഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കും. വിധവകളെ അനുഗ്രഹിക്കണമേ. മത്സ്യബന്ധനത്തിന് പോകുന്നവരെ അനുഗ്രഹിക്കും. ടാക്സി ഓടിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. രാത്രിയിൽ വാഹനം ഓടിച്ചു പോകുന്ന ഡ്രൈവർമാർ, ടാക്സി ഡ്രൈവർമാർ, ബസ് ഡ്രൈവർമാർ, ലോറി ഡ്രൈവർമാരൊക്കെ ഉണ്ട്. അവരെ എല്ലാം അനുഗ്രഹിക്കണമേ. ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ഞായറാഴ്ച നിങ്ങൾക്ക് ആശംസിക്കുന്നു. സാധ്യമായ എല്ലാവർക്കും ഒരു നിയോഗത്തോടെ, പ്രാർത്ഥനയോടെ ദൈവ ശുശ്രൂഷ എന്ന നിലയിൽ അയച്ചു കൊടുക്കുക. എല്ലാവരും വചനം കേൾക്കാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അയച്ചു കൊടുത്തവരെ ദൈവം സഹായിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ആമേൻ.